ഏറ്റവും വലിയ ക്ലാസിക് പോരാട്ടം ഉറുഗ്വേയും അർജന്റീനയും ഒന്നുമല്ല, അത് ബ്രസീലിനെതിരെയുള്ള മത്സരമാണ്. അർജന്റീനൻ താരം ഡി പോളിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം ഉറുഗ്വേയുമായിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹം കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിനൊക്കെ ശേഷം അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഉറുഗ്വേയും അർജന്റീനയുമാണോ ഏറ്റവും വലിയ ക്ലാസിക് പോരാട്ടം എന്നുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഒരിക്കലുമല്ല, ഉറുഗ്വേയും അർജന്റീനയും ഒന്നുമല്ല ഏറ്റവും വലിയ പോരാട്ടം ബ്രസീലുമായിട്ടുള്ളതാണ്, ബ്രസീൽ vs അർജന്റീനയുമാണ് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അതുമാത്രമല്ല, ബ്രസീലിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ പോലും ക്ലാരിഫിക്കേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. കാരണം അദ്ദേഹം ഉറുഗ്വേയുമായിട്ടുള്ള മത്സരത്തിൽ ഇറങ്ങിയിട്ടില്ല. പക്ഷേ അദ്ദേഹം അവൈലബിൾ ആണ്, അടുത്ത മത്സരത്തിൽ ഇറങ്ങാം. അദ്ദേഹം തന്നെ പറഞ്ഞു, ബ്രസീലുമായിട്ടുള്ള മത്സരത്തിൽ ഞാൻ അവൈലബിൾ ആണ്, ഇനി തീരുമാനമെടുക്കേണ്ടത് കോച്ചിങ് സ്റ്റാഫുകളാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതാനും അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ബ്രസീൽ vs അർജന്റീന, ബ്രസീലിനെതിരൊക്കെ ഒരുപാട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഏറ്റവും മികച്ച പോരാട്ടം, അല്ലെങ്കിൽ എല്ലാവരും കാണുന്ന പോരാട്ടം ബ്രസീൽ vs അർജന്റീന മത്സരമാണ്. അതാണ് ഏറ്റവും വലിയ ക്ലാസിക് പോരാട്ടം എന്നാണ് ഡി പോൾ പറയുന്നത്. കാത്തിരിക്കാൻ ഞങ്ങൾക്ക് ബ്രസീൽ vs അർജന്റീന. ഡി പോൾ പറഞ്ഞത് കൊണ്ട് മാത്രമല്ല, നമ്മളൊക്കെ എല്ലാവരും കാത്തിരിക്കുകയാണ് ആ ഒരു പോരാട്ടം. നെയ്മർ ജൂനിയറിൻ്റെയും ലയണൽ മെസ്സിയുടെയും ഒരു കുറവ് ഒരു ഭാഗത്തുണ്ട് എങ്കിലും ഇപ്പോൾ നിലവിലെ രണ്ട് ടീമിൻ്റെയും കഴിഞ്ഞ കളി നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒന്നിനൊന്ന് ബെറ്റർ ടീം തന്നെയാണ്. യുവതാരങ്ങൾ കൊണ്ട് നിറഞ്ഞ ടീമാണ് ബ്രസീൽ. അർജന്റീനയാകട്ടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഒരുമിച്ച് കളിക്കുന്ന താരങ്ങളെ കൊണ്ടാണ് വരുന്നത്. കാത്തിരിക്കാം അർജന്റീനയിലെ ആ മത്സരത്തിന് വേണ്ടിയിട്ട്, അർജന്റീന vs ബ്രസീൽ ക്ലാസിക് പോരാട്ടത്തിന് വേണ്ടിയിട്ടില്ലേ.